സബാഷ്. നല്ല ചുമല ചെമ്പല്ലി. പൊക്കിയിട്ടാക്കട്ടെ, ഇങ്ങോട്ടൊന്ന് വരുമോ ഒരു വീഡിയോ എടുത്ത്? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം. അപ്പോൾ അതെ ഇതുണ്ടോ, വള്ളത്തേരാണ്. നമ്മുടെ ആറിന് നടുക്കാണ് കേട്ടോ, വലിയൊരു ആറിന് നടുക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുഴഞ്ഞിങ്ങോട്ട് വന്നതാണ്. അപ്പം സമയം ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. അത്യാവശ്യം വെയിൽ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹ ചീറുമീൻ അതാദ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം നമ്മൾ ചെമ്പിലടിക്കാൻ വേണ്ടി പോകും കേട്ടോ. ഒരു മിനിറ്റ്, നിലവിൽ നല്ല വെയിലാണ്, ഒന്ന് മാറ്റിയിട്ടിട്ട് പറയാം. ചൂണ്ട, ലൂർ ബോക്സ്, തുഴ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്നേക്ക് ഹെഡ് അതായത് നമ്മുടെ ചീറുമീൻ വാഹയൊക്കെ പിടിക്കാൻ വേണ്ടി പോകും. അതിനകത്ത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ആ വിഷ്വൽ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അതില്ലെങ്കിൽ നമ്മൾ ഒരു 5 മണി കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്പല്ലി അടിക്കാൻ വേണ്ടി പോകും കേട്ടോ. അത്യാവശ്യം ഇപ്പം ചെമ്പല്ലിയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ട പുതിയ 1-2 ലൂറും കൂടെ വേറെ കളർ ഷെയ്ഡും കൂടെ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന് കൂടെ നോക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ ഈ സൈഡ് സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, വേണ്ട ഈ ഒരു സൈഡിലൊക്കെയാണ് നമ്മൾ ചീറുമീൻ വാഹയെ കൊണ്ടുവന്ന് നോക്കി കാസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓഷ്യൻ സ്റ്റേജിൻ്റെ 7 ഫീറ്റ് റോഡ്, അത് കണക്ക് തന്നെ ഡൈവ നിഞ്ച 4000. അപ്പോൾ നമ്മൾ ഇതിനകത്തെ ബ്രൈഡ് നമ്മളൊന്ന് മാറ്റിയായിരുന്നു. ഇതിനകത്ത് ബ്രൈഡ് ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ ലിറ്റ്മയുടെ 0.22 mm ബ്രൈഡാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് എടുത്തതേ ഉള്ളൂ. അപ്പം ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഫ്രോഗ് നമ്മുടെ ഡ്രേവിൻ്റെ ജമ്പ് 45 അല്ല 45 ഇതിലും കൂടി ഇച്ചിരി കൂടെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റെഡ് കളറാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും മീൻ കിട്ടുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആക്ടിവിറ്റിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വെയിലായി വരുന്നതുകൊണ്ട്, കാരണം 4:30 ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് കൂടുതലും വെയിലടിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല മച്ചാമാരെ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമുക്ക് എന്തായാലും കാസ്റ്റിംഗ് നോക്കിയേക്കാം. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, പിന്നെ നമുക്ക് അത്ര ഉള്ളതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഗൈസ് നമ്മളുടെ വാഹയ്ക്കൊക്കെ അടിച്ചു കേട്ടോ, ഒന്നും കിട്ടിയില്ല, ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ നമ്മുടെ വെറുതെ പോയിട്ടുണ്ട്. അതെ നമ്മളുടെ ചെമ്പല്ലി കടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം തന്നെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പല്ലിയുടെ ലൂറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പല ലൂറായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് ലൂറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയത്തില്ല. കാരണം നമ്മളിപ്പം ഒരെണ്ണം യൂസ് ചെയ്ത് അടിയില്ലെങ്കിൽ നമ്മൾ ഉടനെ അടുത്തടുത്ത് മാറ്റിയിടും കേട്ടോ. അപ്പം ഇതിനകത്ത് ഏതിനകത്ത് അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അങ്ങോട്ടുണ്ട് നല്ലൊരു ഒഴുക്ക്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മളുടെ പയ്യെ പരിപാടി തുടങ്ങിയേക്കുവാണ്. ഇവിടെ നിന്ന് ഇനിയും ബാക്കിയുള്ള എൻ്റെ ഹെഡ് മൗണ്ടിലുള്ള വിഷ്വലായിരിക്കും നിങ്ങൾ കാണുന്നത്. മീൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരയ്ക്ക് കയറ്റിയിട്ട് മീനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, ഏത് ലൂറിൽ അടിച്ചതും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്യാവശ്യം ഇപ്പം വെള്ളം വലിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. വെള്ളം ഇറങ്ങിപ്പോയി. അപ്പോൾ തോട്ടപ്പള്ളിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടാണ് ഒഴുക്ക്. അത്യാവശ്യം വെള്ളം കയറുന്ന സമയമാണെങ്കിൽ ഇവിടുന്ന് തിരിച്ചങ്ങോട്ടായിരിക്കും ഒഴുക്ക് കേട്ടോ. കണ്ടല്ലോ കുറേ സ്ഥലമൊക്കെ കണ്ടല്ലോ. അത്യാവശ്യം ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു 5 മണി 5:15 അടുത്തായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റിംഗ് തുടങ്ങിയേക്കാം. ഓക്കെ, മീൻ അടിച്ചിട്ടുണ്ടേ. ചെമ്പല്ലി ബ്ലൂ ഐവാഷി പിങ്ക് എന്നാൽ പോവണോ? കുരലുണ്ടോണോ? ഇല്ലേ? സബാഷ് ഉണ്ടല്ലോ, നല്ല ചുമല ചെമ്പല്ലി എന്ന് വന്നതാണോ ഒരു ഉണ്ടല്ലോ, നല്ല ചുമല ചെമ്പല്ലി എന്ന് വന്നതാണോ ഒരു വീഡിയോ എടുത്ത്? നല്ല ഹുക്ക, പൊക്കിയിട്ടാക്കട്ടെ, ഇങ്ങോട്ടൊന്ന് വരുമോ ഒരു വീഡിയോ എടുത്ത്? വാ വിട്ടുപോയി കേട്ടോ ഗൈസ്. അപ്പോൾ അതെ നമ്മുടെ ഫസ്റ്റ് ചെമ്പല്ലി കേട്ടോ. നമ്മുടെ ഇന്നത്തെ കളറ് ബ്ലൂ ഐവാഷി പിങ്ക് ഹെഡ്. നമ്മുടെ ഒരു
ചേട്ടച്ചാരും കൂടെ അവിടെ നിറയുന്നുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ട ഫസ്റ്റ് ചെമ്പല്ലി അടിച്ചു കേട്ടോ. നമ്മുടെ ബ്ലൂ ഐവാഷി പിങ്ക് ഹെഡ്, അതുപോലെ തന്നെ ഉണ്ട് മീൻ കിടക്കും കേട്ടോ. ഇവിടേക്കാ നല്ല ചുവപ്പൻ ചെമ്പല്ലി കേട്ടോ. അത്യാവശ്യം ചുവപ്പായിരുന്നു കയറി വന്നപ്പോൾ, ഇപ്പം വെള്ളമായി പോയി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള ചെമ്പല്ലിയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, വെള്ളത്തിൽ നിന്ന് കയറിയുകൊണ്ട് തന്നെ അവൻ്റെ ഫിന്നൊക്കെ നല്ലതായിട്ട് അടിപൊളിയായിട്ട് വിടർന്നിരിക്കുകയാണ്. ആയ കണ്ടോ, അത്യാവശ്യം ഒരു തറക്കേട്ടില്ലാത്ത ചെമ്പല്ലി കേട്ടോ. നല്ല ചുമപ്പായിരുന്നു കയറി വന്നപ്പോഴത്തേക്ക്, പക്ഷേ ഇപ്പോൾ ആശൻ വെള്ളയായി. അതുപോലെ തന്നെ നമുക്ക് അടിച്ചിരിക്കുന്ന ലൂർ ഷേഡിയാണ് കാണിച്ചു തരാം. ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത അതേ ഈ സാധനം തന്നെ കേട്ടോ. ബ്ലൂ ഐവാഷി പിങ്ക് ഹെഡ്. നമ്മൾ ബ്രൈഡ് നമ്മളൊന്ന് മാറ്റിയായിരുന്നു. ബ്രൈഡ് നമ്മുടെ അതിനകത്ത് കിടക്കുന്ന ലിറ്റ്മയുടെ 0.22 mm 8X ബ്രൈഡാണ്. അപ്പോൾ ഈ ബ്രൈഡിൻ്റെ ക്വാളിറ്റി അങ്ങനെ ഉണ്ടെന്ന് നമ്മളിനി വരും വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. ചുമ്മാ എടുത്തിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി മാക്സിമം യൂസ് ചെയ്യുക, എന്നിട്ട് എൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനും നമ്മുടെ ഒരു ചേട്ടനുണ്ട്, അതുകൊണ്ട് ഇവിടെയൊക്കെയാണ് ഇന്ന് കാസ്റ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചൂണ്ടടിച്ചിൽ നമ്മൾ നിർത്തിയേക്ക് കേട്ടോ. സമയം നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായി. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വള്ളം കണ്ട് ആ സൈഡിലാണ് കിടക്കുന്നത്. അവിടെ ശരത്തെണ്ണം നിന്ന് എറിയുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വള്ളം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടടിച്ചിൽ നിർത്തിയേക്കാണ്. നമ്മുടെ ചെമ്പല്ലി ഉണ്ട് താഴെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒഴുക്കം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. പോളയൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എറിയാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വള്ളം എടുത്തിട്ട് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട് തുഴഞ്ഞു പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പരിപാടി നിർത്തിയേക്കാണ്, കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്ത ലൂറും അതുപോലെ തന്നെ അടിച്ച ചെമ്പല്ലിയും കൂടെ ഒന്നുകൂടെ കാണിച്ചു തന്നേക്കാം. ഇതാ കേട്ടോ നമുക്ക് ഇന്ന് അടിച്ച ചെമ്പല്ലി. ഇതുണ്ടോ, വലിയ സൈസൊന്നുമല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ്. നല്ല ചുമല കളറായിട്ടിരിപ്പില്ലേ, ആശാൻ വടിയായെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിന്ന് കിട്ടിയ ലൂർ ഷെയ്ഡ് ഇതാ കേട്ടോ, നമ്മുടെ ഹിറാമിയുടെ ബ്ലൂ ഐവാഷി പിങ്ക് ഹെഡ്. നല്ല റിസൾട്ടുള്ള ലൂറാണ് കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ കുറേ ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്തേക്കുവാണ്. ഇനി മാക്സിമം നമ്മൾ വീഡിയോ ഇതുപോലെ കയറ്റി വിടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം. ഓക്കെ, മാക്സിമം ഇനി ചെയർമീൻ്റെയും വാഹയുടെയൊക്കെ വീഡിയോ കുറേ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ പുതിയൊരു വീഡിയോ കാണുന്നവരും എല്ലാവർക്കും ബൈ.